അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി പ്രതികരിച്ച ശശി തരൂരിന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിമർശനം. പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് പൊതുസമൂഹത്തിൽ പറയേണ്ടത് എന്ന് നിർദ്ദേശം. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ലെന്ന് വ്യക്തമാക്കിയ കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിന് താക്കീത് നൽകി. മുബഷിർ അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ അക്ബർ, ഈ സംഘർഷ സമയത്ത് ശശി തരൂരിന്റെ പ്രസ്താവനകൾ കോൺഗ്രസിന്റെ നേതാക്കളിൽ നിന്ന് വിഭിന്നമായിരുന്നു എന്നതാണോ ഈ താക്കീതിന് കാരണം? ഡോക്ടർ അരുൺകുമാർ, ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി ശശി തരൂർ തുടർച്ചയായി പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും ഒടുവിൽ ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതൃത്വം വടിയെടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഡൽഹിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ചേർന്നൊരു യോഗത്തിൽ വെച്ചാണ് ശശി തരൂരിന് ഒരു താക്കീത് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് പൊതുസമൂഹത്തിൽ പങ്കുവെക്കേണ്ടത് എന്നുള്ളതാണ് ശശി തരൂരിനോട് പാർട്ടി നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ ഓൺലൈനായി പങ്കെടുത്ത യോഗത്തിൽ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു. കേരളത്തിൽ നിന്ന് ശശി തരൂർ MP മാത്രമായിരുന്നു ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. നേരിട്ട് തന്നെയാണ് നേതാക്കൾ ഇക്കാര്യം തരൂരിനോട് പറഞ്ഞിരിക്കുന്നത്. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയേണ്ട സമയമല്ല ഇതെന്നുള്ളതാണ് ശശി തരൂരിനോട് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് തുടർച്ചയായി വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ശശി തരൂർ ഇതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നത്. ഒരു തരത്തിലുള്ള മധ്യസ്ഥ ഇടപെടലുകളും പാക് ഇന്ത്യ സംഘർഷവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. അത് വളരെ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനപ്രകാരം തന്നെ എടുത്തൊരു കാര്യമായിരുന്നു എന്നുള്ളതാണ് ശശി തരൂർ പങ്കുവച്ചിരുന്നത്. അതോടൊപ്പം തന്നെ 1971 സാഹചര്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഭരണ മികവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് അത്തരം താരതമ്യമൊക്കെ തന്നെ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനു വിരുദ്ധമായിട്ടും ശശി തരൂർ അഭിപ്രായം പങ്കുവച്ചിരുന്നു. 1971 ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്, സാഹചര്യങ്ങളൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം ഒരു താരതമ്യം ആവശ്യമില്ല എന്നുള്ളതായിരുന്നു ശശി തരൂർ എന്തായാലും ആ ഒരു ഘട്ടത്തിലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള അഭിപ്രായങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ ഉൾപ്പെടെ വെട്ടിലാക്കിയ ഒരു പശ്ചാത്തലത്തിലാണ് നേതൃത്വം ഇത്തരമൊരു താക്കീത് ശശി തരൂറിന് നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ ശശി തരൂർ തയ്യാറായിട്ടില്ല. ഓക്കെ, താങ്ക് യു. മുബഷിർ അക്ബറാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.